പെർഫ്യൂം എത്ര യൂസ് ചെയ്തിട്ടും പലർക്കുള്ള കംപ്ലൈൻ്റ് ആണ്, ലാസ്റ്റിംഗ് കിട്ടുന്നില്ല, പ്രൊജക്ഷൻ കിട്ടുന്നില്ല, പെട്ടെന്ന് ഫെയ്ഡായി പോവാണ്. അപ്പോൾ ഈ ലാസ്റ്റിങ്ങിൻ്റെയും ഈ പ്രൊജക്ഷൻ്റെയും മെയിനായിട്ടുള്ള സംഭവം അതിൻ്റെ കോൺസെൻട്രേഷൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ട്? അപ്പോൾ നല്ല കോൺസെൻട്രേഷനുള്ള പെർഫ്യൂം ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാസ്റ്റിങ്ങും നല്ല പ്രൊജക്ഷനും കിട്ടും. കോൺസെൻട്രേഷൻ കമ്മിയായാൽ അതിൻ്റെ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കമ്മിയായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് മസ്കറ്റിലെ അമറാത്ത് ലുലുവിലെ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഒരു ഔട്ട്ലെറ്റിലാണ്. ഈ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആണ്. ഇവരുടെ എല്ലാ പെർഫ്യൂമും നല്ല കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടാണ് ഇവർ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ആയാലും പ്രൊജക്ഷൻ ആയാലും പക്ക ഗ്യാരണ്ടി ആയിരിക്കും. പിന്നെ പെർഫ്യൂമാണ്, ചില പെർഫ്യൂമൊക്കെ ഉപയോഗിച്ചാൽ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചിലർക്ക് നല്ല ലാസ്റ്റിംഗ് കിട്ടും, ചിലർക്ക് തീരെ ലാസ്റ്റിംഗ് കിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ്, അതുപോലെ നിങ്ങളുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ പെർഫ്യൂം കളക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും നല്ല കോംപ്ലിമെൻ്റ് കിട്ടിയൊരു ബ്രാൻഡാണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ പെർഫ്യൂംസ്. എൻ്റെ കളക്ഷനിൽ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റിങ്ങും കോംപ്ലിമെൻറ്റും ക്വാളിറ്റിയും തോന്നിയിട്ടുള്ള യൂണീക്കായിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ബ്രാൻഡാണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ പെർഫ്യൂംസ്. ഇവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുറേ പെർഫ്യൂംസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അഹമ്മദ് അൽ മഗ്രിബിൻ്റെ പെർഫ്യൂംസിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂംസാണ് ഇതൊക്കെ. മർജ്, ബിൻഷേക്ക്, റോസ് നോയർ, ഉദ് ലാവൻഡർ, ഉദ് ക്ലാസിക്, ഇദ് നിസാം, തമ്മറൂദ്, അതുപോലെ ലെതർ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനം അതൊക്കെ. മർജൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. മർജ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ലാസ്റ്റിംഗ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ഹിഡൻ ആയിട്ട് കിടക്കുന്നത്. അതിലൊന്നാണ് ഊദ് ലവേഴ്സിന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുകയാണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ആയ. അതുപോലെ ബോംബെ ഊദ് വേറെ ലെവൽ സാധനം കേട്ടോ. ഇത് ഹാർഡല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡൽ ടൈപ്പ് ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ടായി വരുന്നത്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റിയൊരു സാധനമാണ് മീസ. ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണത്. നമ്മുടെ ഈ MFK ബക്കാറോഷ് 540 ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു DN ഇതിൽ വരുന്നുണ്ട്. സ്മെൽ ചെയ്തപ്പോൾ അപാര ലാസ്റ്റിങ്, അപാര പ്രൊജക്ഷന്, ആ ഒരു സെൻ പ്രൊഫൈലാണ് ഇതിൽ വരുന്നത്. മീസ ഇതേതായാലും ഇൻഷാല്ലാ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വരും. ഓ ഒരു ലെവൽ സാധനം കേട്ടോ മീസ, അടിപൊളി. ബ്ലൈൻഡ് ബൈ വാങ്ങാൻ പറ്റൂട്ടാ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കാർട്ടിലിട്ടച്ച സാധനമാണ് കെലിമ ഹീന്. അടിപൊളി സാധനം രണ്ടും. പിന്നെ ഓഫീസ് യൂസേഴ്സിന് ബെസ്റ്റ് വണ്ണാണ് കാഫ്. ഓഫീസ് യൂസേഴ്സിന് നല്ലൊരു റീഫ്രഷിങ്, ഒരു വാട്ടർ മെലോൺ തുടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസ്. പിന്നെ സുപ്രീം, ഞാനിപ്പോൾ ഷർട്ടിൽ അടിച്ചിട്ടുള്ള പെർഫ്യൂമാണ് സുപ്രീമ്. നല്ല ഫ്രാഗ്രൻസ് ഇട്ടാ. നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സുപ്രീം ഇതിൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അനാബ്. ഇത് നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് ബ്രോ ഇത് ട്രൈ ചെയ്യണം, കുറേ അറബി ലേഡീസൊക്കെ വന്നിട്ട് കോംപ്ലിമെൻ്റ് കിട്ടിയ ഒരു സാധനമാണ് അനാബ്. ലേഡീസിനാണ് 100 ml വരുന്നുണ്ട്. പിന്നെ പേളൂതൊക്കെ ഇവർ പറഞ്ഞത് പ്രൊജക്ഷൻ കിങ് എന്നാണ് പറഞ്ഞത് പേളൂതിൻ്റെ. ഇത് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റും, മെൻസിന് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സെൻ പ്രൊഫൈലാണ് ഇതിൽ വരുന്നത്. പേളൂത് പ്രൊജക്ഷൻ കില്ലർ എന്നാണ് പറഞ്ഞിട്ട് ഇത്. പിന്നെ മസ്ക്രോസ്, തലവേദനയുള്ളവർക്ക് മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. മസ്ക്രോസ് നല്ല ഫ്രാഗ്രൻസ്, നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. മസ്ക്രോസ് സെറ്റ് സാധനമായിട്ടത്. മസ്കി ടൈപ്പാണ്, അതിൽ റോസിൻ്റെ മിക്സിങ്ങും. മാറിന് നല്ലൊരു സ്വീറ്റ്, ഒരു ഫോറിൻ ടൈപ്പ് സ്മെല്ലാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരുടെ ക്വാളിറ്റി അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് ഒമാനിലുള്ള ഇവരുടെ ഏത് ഷോറൂം പോയാലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോളോവേഴ്സിന് കിട്ടുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡിയോ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവരുടെ ഒമാനിലുള്ള കംപ്ലീറ്റ് ലൊക്കേഷനും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഹൈലൈറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും.